മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഈ പരിപാടി ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണല്ലോ. ഇന്നത്തെ തിരക്കേറിയ ഈ കാലഘട്ടത്തിൽ ഇവരുടെ ആ ഒരു പെരുമാറ്റ രീതിയിൽ മാതാപിതാക്കൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായാലോ ഇന്ന്? തീർച്ചയായിട്ടും ഏറെ ആനുകാലിക പ്രസിദ്ധവും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികളുടെ വളർച്ച. കുട്ടികളുടെ വളർച്ച എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ളൊരു വളർച്ച മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരെ മാനസികമായിട്ട് നമുക്ക് വളർത്താനുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ പരത്തിൽ അവരെ ആ ഒരു തലത്തിൽ അവരെ നമുക്ക് വളർത്താനുണ്ട്. അതോടൊപ്പം തന്നെ ബൗദ്ധിക തലത്തിലുണ്ട്, സാംസ്കാരിക തലത്തിലുണ്ട്, ധാർമ്മികമായിട്ടുള്ള തലത്തിലുണ്ട്, ആധ്യാത്മികമായിട്ടുള്ള തലത്തിൽ. അപ്പം ഇതിനെല്ലാം മാതാപിതാക്കളുടെ പങ്ക് ഏറെയാണ്. അപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും മാതാപിതാക്കൾ ഇപ്പോൾ തിരക്കേറിയൊരു ജീവിതമാണല്ലോ നയിക്കുന്നത്, അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കളെ നോക്കാനായിട്ടൊരു സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു തലമുറയെ തന്നെ നശീകരണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ഷയത്തിലോ അതായത് ഒരു ശോഷിപ്പിക്കലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു അനുഭവമായിട്ട് തീരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പലപ്പോഴും ഒരു സഹായം തേടി എത്തുന്നവരുടെ ഒരു ജീവിതചര്യകൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, മാതാപിതാക്കൾ തിരക്കിട്ട് ഓടുമ്പോൾ മക്കൾ വളർന്നുകൊള്ളും എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു പാസിവിറ്റി അതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. കാരണം അത് സാരമില്ല സിസ്റ്റേ, അവർക്ക് രാവിലെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയും. പക്ഷേ മേന്മയേറിയ ഒരു ക്വാളിറ്റി ടൈം മാതാപിതാക്കൾക്ക് മക്കളുമായിട്ട് ചിലവഴിക്കാൻ ഇന്ന് ഇല്ല എങ്കിൽ അതിൻ്റെ പേരിൽ മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടെ നമ്മൾ മാതാപിതാക്കളെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളുണ്ട്, ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, അതുപോലെ ഒരു സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ടീച്ചേഴ്സ് ഉണ്ട്. സിസ്റ്റർ, ഇത് ഇപ്പോൾ നമ്മൾ പറയും കുട്ടികളുടെ ഒരു പ്രാഥമിക വികാസഘട്ടം എന്ന് പറയുന്നത് ഒരു 7 വയസ്സ് വരെയൊക്കെയാന്ന് പറയും. അപ്പോൾ ആ സമയത്ത് കൂടുതലും അവർ വീടുകളിൽ തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്ന. അപ്പോൾ ആ ഒരു സമയത്തല്ലേ ഏറ്റവും കൂടുതൽ പാരൻസിന്റെ ഒരു ഇടപെടൽ വേണ്ടത്? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമുക്ക് വന്നൊരു കേസ് ഞാൻ ഓർത്തു പോകുമായിരുന്നു. ഒരു 4 വയസ്സുള്ള ഒരു കുഞ്ഞാണ്, പെൺകുട്ടിയാണ്. കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്ന കൊച്ചു ഭയങ്കരമായിട്ട് പിരിപിരിപ്പാണ്, ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. പിന്നെ അത് തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് സംസാരം, ലാംഗ്വേജ് ഡെവലപ്ഡ് ആയിട്ടില്ല. ചെറിയ ഓരോ വാക്കുകൾ പറയുന്നല്ലാതെ ഈ വാചകങ്ങളിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല കുഞ്ഞിന്. ഭയങ്കര പിടിവാശിയാണ്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിലത്ത് കിടന്ന് ഉരുണ്ട് അത് വാങ്ങിച്ചെടുക്കുക, അതുപോലെ കൈ കിട്ടുന്ന എടുത്ത് എറിയുക. അപ്പോൾ അവളുടെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഏത് കാര്യവും ചെയ്യും. ആ ഒരു രീതിയിലാണ് കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. അവർ കൊണ്ടുവരുന്നത് ഇപ്പം നമുക്കറിയാം, ഇപ്പം കുട്ടികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയൊക്കെയും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ചികിത്സാ രംഗത്തൊക്കെ അതുപോലെയുള്ള അവയർനെസ് പ്രോഗ്രാംസ് കൂടുതലുണ്ട്. അപ്പം ഇവർക്കൊരു സംശയം, ഒരു സംസാരിക്കാനായിട്ട് കുറവുണ്ട്, അതുപോലെ തന്നെ പേര് വിളിച്ചാൽ നേരെ നോക്കിയില്ല, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കൊച്ചാണ്. അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്കൊരു പേടി, ഇതൊരു ഓട്ടിസം സ്പെക്ട്രത്തിലുള്ളൊരു കുഞ്ഞാണോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ. അപ്പോൾ ആരോ ഇവരോട് ചോദിച്ചു ഈ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ആദ്യ കൂടി അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിയാണ്. കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ആ കുഞ്ഞിൻ്റെ ചീഫ് കംപ്ലയിൻസും ഹിസ്റ്ററിയൊക്കെ എടുക്കുമ്പോഴും, ബർത്ത് ഹിസ്റ്ററിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇവരുടെ ലേറ്റ് മാരേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി ഉണ്ടാകുന്ന കാര്യത്തിൽ അല്ലെ കുട്ടിയുടെ കാര്യത്തിൽ ഇവർക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ടായിരുന്നു. അവർ മറ്റുള്ള ഡോക്ടേഴ്സിനോടൊക്കെ ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷമാണ് കുഞ്ഞ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ഒരു പോസ്റ്റ്നേറ്റൽ, അതായത് ആ ഒരു ഗർഭകാല അവസ്ഥയിലും കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്തും അതിന് ശേഷമുള്ള ഒരു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ഓൾമോസ്റ്റ് നോർമൽ ഡെവലപ്മെൻറ്റിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ഉണ്ടായി ഒരു ഏകദേശം 50-60 ദിവസമായപ്പോഴത്തേക്ക് തന്നെ അമ്മയ്ക്കും കുഞ്ഞിൽ നിന്ന് മാറി ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു.
ഫാദറിനും പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇവർ എത്തുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഗ്രാൻഡ് പാരൻസ് ആണ് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഓട്ടിസം ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില സ്ക്രീനിങ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അസസ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടിസം സ്പെക്ട്രത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ സബ് ക്ലിനിക്കലി നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ കുഞ്ഞിന് അതേപോലെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫീച്ചേഴ്സ് ഞാൻ കാണുന്നു, ഇതൊരു ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് അവിടെ ഇരുന്ന് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. ഓരോരുത്തരുടെ വീട്ടുകാരെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് കുഞ്ഞിനെ വളർത്തുന്നത് കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടുകാർ, അപ്പൻ്റെ, അതായത് ഗ്രാൻഡ് പാരൻസ് ആണ്. അപ്പം ആഴ്ചയിൽ ഒരാഴ്ച അമ്മയുടെ വീട്ടിലാണ് നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും കുഞ്ഞിനെ. അപ്പോൾ അതിനുശേഷം ഗ്രാൻഡ് പാരൻസുമായിട്ടുള്ള ഇന്റർവ്യൂല് നമുക്ക് മനസ്സിലായ ഒരു പൊതുവെ കേട്ടിട്ടുണ്ട് ഗ്രാൻഡ് പാരൻസ് വളർത്തുന്ന കുട്ടികൾക്ക് ചെറിയൊരു വാശി കൂടുതലാണോ, അങ്ങനെ ഒരു നമുക്കതിനെ ഒരു ജനറൽ ആയിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും അതിൻ്റെ അകത്ത് പലപ്പോഴും വരുന്നൊരു കാര്യം ഗ്രാൻഡ് പാരൻസ് ചിന്തിക്കുന്നത് ഞങ്ങളുടെ മക്കളെ വളർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു, അതിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു, മേ ബി അതുപോലെ പഠിപ്പിക്കാനോ കാര്യങ്ങൾക്കോ ഉള്ളൊരു സാമ്പത്തികമായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതെല്ലാം ഒത്തുകിട്ടിയിരിക്കുവാണ്, സമയമുണ്ട്, കുഞ്ഞിനെ നോക്കാൻ സമയമുണ്ട്, കുഞ്ഞിൻ്റെ അപ്പനും അമ്മയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനുള്ള പൈസയുണ്ട്, അപ്പം നോക്കാം. അപ്പം അവർ ഒരു ഓവറായിട്ടുള്ളൊരു പാമ്പറിങ് സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതും ഇതിനെ ബാധിക്കും. ഈ ഒരു നമ്മുടെ ഒരു കേസിൽ വന്നത് സാധാരണ ഒരു വീക്ക്, ഒരു ആഴ്ചയിൽ അമ്മയുടെ വീട്ടിലാണ് നിൽക്കണമെങ്കിൽ അന്ന് വീക്കെൻഡിൽ ഈ അച്ഛനും അമ്മയും കൂടി കുഞ്ഞിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും കുഞ്ഞെന്തെങ്കിലുമൊക്കെ വാശി കാണിക്കുന്നു, കുഞ്ഞ് സംസാരിക്കുന്നില്ല, അല്ലെ വിളിച്ചാൽ കേൾക്കുന്നില്ല, അപ്പോൾ ഒരു നെയിം കോളിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ വരുമ്പോൾ, ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ അമ്മയുടെ വീട്ടുകാരെല്ലാം ചീത്ത പറയും. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയില്ല, ഭക്ഷണം കൊടുത്തിട്ടില്ല, ഈവൻ കുഞ്ഞിനെ വെയിറ്റ് നോക്കിയ സംഭവങ്ങൾ വരെ ഉണ്ടെന്ന്. കുഞ്ഞിന്റെ വെയിറ്റ് വന്ന് നോക്കുവാണ്, കുഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്ന തന്നെയാണോ ഇപ്പോഴും അത് കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോരുത്തരെ ചീത്ത പറഞ്ഞ് അടുത്ത ആളുടെ അടുക്കെ വീട്ടിൽ കൊണ്ട് നിർത്തുക. അപ്പം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാൻഡ് പാരൻസ് വരെ നോക്കുന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ വളർത്തേണ്ട സ്വാതന്ത്ര്യത്തോടു കൂടി ഇവർക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്തു പറയും എന്നറിയത്തില്ലല്ലോ. അപ്പൊ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നമാണ് ഈ കുഞ്ഞിന്റെ വളർത്തലിനെ അവര് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ കുഞ്ഞിനെ വളർത്തുക എങ്ങനെയൊക്കെ കുറെ ഭക്ഷണം കൊടുക്കണം, തൂക്കമൊക്കെ കൂട്ടണം കുഞ്ഞിന്. അപ്പോ അതുപോലെ വെയിലത്തൊന്നും ഇറക്കരുത്, കൊച്ചിനെ ഇങ്ങനെ വെയിലത്തൊക്കെ കൊള്ളാതെ സൂക്ഷിച്ച് വെക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു മെറ്റീരിയല് നമ്മുടെ കയ്യിൽ കിട്ടിയാല് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നത് പോലെയുള്ളു. അപ്പൊ ഈ ഒരു ഹിസ്റ്ററി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരന്റിങ് ഫ്രീഡം അവിടെ ഇല്ല. കുഞ്ഞിനെ വളർത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരാണോ ആ കുഞ്ഞിനെ വളർത്താനായിട്ട് ഒരു രക്ഷകർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് അവർക്ക് ആ കുഞ്ഞിന്മേലൊരു അധികാരം വേണം, ഒരു അതോറിറ്റി ഫിഗർ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു കാര്യം ഇല്ല. എക്സ്പോഷർ എന്ന് പറയുന്ന കാര്യം ഇല്ല കുഞ്ഞിന്. കാരണം എന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുന്നില്ല, കുഞ്ഞിനൊന്നും കാണിക്കുന്നില്ല, ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പം ശരിക്കും വീണാലും ഒരു കുറ്റപ്പെടുത്തലാവല്ലോ. പറയുവാണ് സിസ്റ്റർ, ഞങ്ങൾ എന്നിട്ട് ഈ കുഞ്ഞിന്റെ മുട്ടിലും കാലിലൊക്കെ ഈ പഞ്ഞി പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുത്ത് വെക്കാറുണ്ട് കുഞ്ഞെവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ. അപ്പൊ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ ഇവര് വന്നു കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും ശ്രദ്ധിക്കും. അപ്പൊ അമ്മയുടെ വീട്ടിലാണ് നിൽക്കണമെങ്കിൽ അപ്പൻ നന്നായിട്ട് ശ്രദ്ധിക്കും, അപ്പന്റെ വീട്ടിലാണെങ്കിൽ അമ്മ നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ ഇത് അവര് തമ്മിലുള്ള ഒരു പ്രശ്നം, ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യം കുഞ്ഞിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വന്നിരിക്കുവാണ്. അപ്പൊ ഇതായിരുന്നു ആ ഒരു കുഞ്ഞിന്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും. സിസ്റ്റർ പറഞ്ഞപ്പോഴാണ്, അതായത് കൂടുതലും നമ്മൾ ഗ്രാൻഡ് പാരൻസ് ആണ് ഇത് നോക്കുന്നത് ഇവരെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർക്ക് ഗ്രാൻഡ് പാരൻസിന് കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിൽ കൊടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ട്? തീർച്ചയായിട്ടും നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇപ്പൊ ആ ഒരു കേസിൽ തന്നെയാണെങ്കിലും ഞാൻ കുട്ടിയുടെ പാരൻസിനോട് ഞാൻ പറഞ്ഞു, ഈ ഒരാഴ്ച കാലഘട്ടം നിങ്ങൾ കുട്ടിയുടെ കൂടെ ഇല്ല. അപ്പോൾ ആ കുഞ്ഞിനെ വളർത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ കുഞ്ഞിനെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചില എക്സ്പോഷർ കൊടുക്കേണ്ടതായിട്ട് വരും, ചില കാര്യങ്ങൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കുഞ്ഞിനെ ആദ്യകാലങ്ങളിൽ ഒരു സെൻസറി ഇന്റഗ്രേഷൻ വരേണ്ടതുണ്ട്, അത് കഴിഞ്ഞ് മോട്ടോർ ഇന്റഗ്രേഷൻ വരേണ്ടതുണ്ട്, കുഞ്ഞിനെ നടക്കാനും ഓടാനും കളിക്കാനും ഒന്ന് വീണാലും എഴുന്നേറ്റ് പോകാനൊക്കെ ഉള്ളൊരു
ഒരു എലിജിബിലിറ്റി നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു റിസോഴ്സ് ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫ്രീഡം നിങ്ങൾ ഗ്രാൻഡ് പാരന്റ്സിന് കൊടുക്കണം. ആ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ ശിക്ഷിക്കാനോ ശാസിക്കാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വടിയെടുത്ത് തല്ലണോ എന്നല്ല ഞാൻ പറയുന്നത്. ഗ്രാൻഡ് പാരന്റ്സും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവര് കുറച്ചും കൂടി ലാളിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, വീട്ടിലായാലും മക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മൂമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം, അവര് പാമ്പർ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ അവർക്കൊരു കൃത്യമായൊരു ഇത് കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ സാധാരണ ചില കേസുകളിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ മാതാപിതാക്കളോട് പറഞ്ഞു വിടും കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യണം, അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പലപ്പോഴും പറ്റുന്നത് ഈ ഗ്രാൻഡ് പാരന്റ്സ് അതിന്റെ ഇടയ്ക്ക് രക്ഷകരായിട്ട് അതായത് എനിക്ക് കൂടി ഒരു അമ്മയായ എനിക്ക് കൂടി അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് കരയുണ്ട്, അതിനു മുൻപേ തന്നെ ഗ്രാൻഡ് പാരന്റ്സ് ആ സ്ഥലത്ത് എത്തിക്കഴിയും. അതിനുശേഷം മാതാപിതാക്കളെ, കുഞ്ഞിന്റെ മാതാപിതാക്കളെ അവര് ആവശ്യമില്ലാതെ കൊച്ചിനൊന്നും പറയാൻ പറ്റത്തില്ല, ഇത് നീയും ഇതുപോലെ അല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അവരുടെ പഠന കാര്യങ്ങളിൽ പോലും ബാധിക്കുന്നുണ്ട്. രാത്രി ഇപ്പോ ഒന്ന് അമ്മയ്ക്കൊരു എന്താ പറയാ ഒരു ഒന്ന് വഴക്ക് പറയാൻ പോലുമുള്ള ഒരു അധികാരം ഗ്രാൻഡ് പാരന്റ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പല കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അക്ഷരം പോലും എഴുതാൻ കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ നമ്മുടെ ഇടയ്ക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പൊ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോയേക്കുന്ന ബുക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഹോംവർക്ക് എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അച്ഛനും അമ്മയും ചിലപ്പോൾ ജോലിക്കാരായിരിക്കും, അവര് പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഗ്രാൻഡ് പാരന്റ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങളോട് പറയും, അച്ഛനും അമ്മയും പോട്ടെ, എഴുതി തരാട്ടോ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവര് പറയുന്നത്, ഈ കുഞ്ഞിനെ ഇങ്ങനെ തല്ലുന്നത് കാണുമ്പോൾ, അല്ലെ കൊച്ച് പഠിക്കാൻ പറ്റണില്ല അമ്മയെന്ന് പറയുമ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിനൊരു വിഷമം. ഞങ്ങൾക്കാണെങ്കിൽ സമയവും ഉണ്ട്, എന്നിട്ട് ഇവര് പോയതിനു ശേഷം ഇതെല്ലാം എഴുതി കൊടുത്ത് വിടും. കുഞ്ഞിനെ നമ്മൾ കൊണ്ടുവന്ന് എഴുതിക്കുമ്പോഴാണ് അക്കാഡമിക്കലി കുഞ്ഞ് ഭയങ്കര പൂറാണ്. അപ്പൊ ഇതിന്റെ കാരണം തിരക്കി ചെല്ലുമ്പോഴത്തേക്കും അവരായിരിക്കും. അപ്പൊ ഈ ഗ്രാൻഡ് പാരന്റ്സിനോട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കണം, ആ കുഞ്ഞിനെ നമ്മൾ ഉൾക്കൊള്ളണം, അംഗീകരിക്കണം. ഇപ്പൊ ആ കുഞ്ഞിന്റെ ചില വീഴ്ചകളൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്യണം. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. പക്ഷേ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു റിസോഴ്സസിൽ നിന്ന് ഉരുത്തിരിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു സ്റ്റെയർ കേസ് കയറാനായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞിന് മോട്ടോറിക് ഫീച്ചേഴ്സ്, അതായത് ആ കുഞ്ഞിന്റെ സ്റ്റെയർ കേസിൽ കയറാൻ സ്റ്റെപ്പുകൾ എങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഇൻഡിവിജ്വലായിട്ട്, അതായത് ദാറ്റ് ഈസ് വെരി പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചെയ്യാൻ ഒരു സ്പേസ് ആൻഡ് ടൈം നമ്മൾ കൊടുക്കണം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഗ്രാൻഡ് പാരന്റ്സിന് അറിയാം അവരുടെ സ്വന്തം മക്കളെ വളർത്തിയപ്പം മക്കൾ ചെയ്തേക്കണ കുരുത്തക്കേടുകളെല്ലാം അറിയാം. പക്ഷേ അതിനെല്ലാം പർവ്വതീകരിച്ചുകൊണ്ട് ഈ അതായത് ചെറുമക്കളുടെ അടുത്ത് നിന്ന് നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരങ്ങനെ ചെയ്തിട്ടും ഞാനത് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില സമയങ്ങളില് ചില വലിയ പ്രശ്നങ്ങൾ പോലും അവര് ലഘൂകരിച്ചു പോവുകയാണ്. നമുക്ക് വന്നൊരു കേസിൽ ഞാൻ ഓർക്കുകയാണ്, ഈ കുഞ്ഞ് പതുക്കെ കളവ്, അതായത് പൈസ കട്ടെടുക്കും വീട്ടിൽ നിന്ന്. അപ്പൊ ഈ പൈസ കട്ടെടുത്തു, അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും കുഞ്ഞ് 500-ന്റെ 2 നോട്ടുകൾ 1000 രൂപ ബുക്കിന്റെ ഇടയിൽ വെച്ച് കൊണ്ടുപോയി. ഭാഗ്യത്തിന് ആ ബുക്ക് ടീച്ചറിന് കോപ്പി ബുക്കായിരുന്നു, അവിടെ വെക്കേണ്ടി വന്നു. ടീച്ചർ നോക്കി 1000 രൂപ ഇരിക്കുന്നു. അപ്പൊ ഇതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞെടുത്തോണ്ട് വന്നതെന്ന് മനസ്സിലായി. അങ്ങനെ കുഞ്ഞിന്റെ പാരന്റ്സ് ശാസിക്കുവാണ്, അങ്ങനെ എടുക്കാൻ പാടില്ല, വീട്ടിൽ നിന്നാണ് എടുത്തോണ്ട് പോയേക്കുന്നത്, നീ എന്താ എടുക്കണേ എന്നൊക്കെ ചോദിച്ചു. ഗ്രാൻഡ് പാരന്റ്സ് പെട്ടെന്ന് രംഗപ്രവേശനമൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, അവനിപ്പോ ഇതല്ലേ ചെയ്തിട്ടുള്ളൂ, നീ പണ്ട് ഓർക്കണുണ്ടോ എന്റെ വള എടുത്തോണ്ട് പോയി തട്ടന്നടിക്കെ കൊടുത്ത കാര്യം ഓർക്കുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ, കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുകയാണ്, അപ്പൊ നിങ്ങൾ ഇതിനേക്കാളും വലിയ കുറുമ്പന്മാരായിരുന്നു എന്നൊക്കെ. അത് ഗ്രാൻഡ് പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോ കുട്ടികളെ ശകാരിക്കുമ്പോഴോ കുട്ടികൾക്ക് ഒരു സ്വഭാവ രൂപീകരണത്തിലുള്ള കറക്ഷൻ കൊടുക്കുമ്പോഴോ കുട്ടികളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കളെ അവര്
താഴ്ത്തിക്കെട്ടി പറയരുത്. ഇനി ഇൻ കേസ് മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ കുട്ടിയില്ലാത്ത സമയത്ത് പറഞ്ഞു കൊള്ളട്ടെ. അപ്പൊ ഞാൻ സാധാരണയായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്കും സാധാരണ ഗ്രാൻഡ് പാരന്റ്സ് അവരുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയും ഗ്രാൻഡ് പാരന്റ്സിന് ഒരു സെഷൻ കൊടുക്കണം. കാരണം അതിപ്പോ സ്കൂളുകളിലായാലും കൊടുക്കണം തോന്നുന്നു അല്ലെ, പാരന്റ്സിന് കൊടുക്കുന്ന പോലെ തന്നെ ചില ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു ഓപ്പൺ ഡേ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പം കാരണം ഇപ്പൊ കൂടുതലും കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളത് ഗ്രാൻഡ് പാരന്റ്സ് തന്നെയാണ്. അപ്പൊ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അവർക്ക് ഗ്രാൻഡ് പാരന്റ്സിന് സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും വലിയ ധാരണയില്ല. അപ്പൊ അതിനെ കുറിച്ചും ഒരു അറിവ് അവർക്ക് എത്തിക്കണം. കാരണം ഒരു ഏജ് ഗ്യാപ്പ് ആൻഡ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. അതായത് ഇപ്പൊ നടക്കുന്ന ഇപ്പോഴത്തെ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളില് ആ ഒരു റാപ്പിഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് അത്രയും ആ ഒരു രീതിയിൽ അവർക്ക് സെൻസിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഗ്രാൻഡ് പാരന്റ്സിന് അറിയാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും ഈ ഗ്രാൻഡ് പാരന്റ്സ് മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു മക്കളുടെ അടുക്കല കൊണ്ട് ചെല്ലുന്നത്, അതൊന്ന് ചെയ്തു തരാമോ, ഇതൊന്ന് ചെയ്തു തരാമോ. അപ്പൊ കൂടുതലൊരു ഓപ്പർച്യൂണിറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഒരു പ്രത്യേക അധികാരം കിട്ടുന്നത് പോലെയാണ്. അപ്പൊ ഇവരെ ഈ മാതാപിതാക്കൾ പോകാൻ നോക്കിയിരിക്കുവാണ് ഈ ഗ്രാൻഡ് പാരന്റ്സ് വന്ന് മക്കളെ കൊണ്ട് സീരിയൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, ഗ്രാൻഡ് പാരന്റ്സിന് സീരിയൽ പോലെയുള്ള കാര്യങ്ങൾ കാണണം. അപ്പൊ വൈകുന്നേരം ഒരു 6 മണി തൊട്ട് 9 മണി വരെ തച്ചിനിരിക്കുക. അങ്ങനെയുള്ള ഒരു വീടുകൾ ചിലർ കാണുന്നുണ്ട്. അതായത് പണ്ട് കാലത്ത് ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലെ അമ്മമ്മ പറഞ്ഞു തന്ന കഥകളൊക്കെ കേട്ടിട്ടാണ് വളർന്നത്. പക്ഷെ ഇന്ന് ആ ഗ്രാൻഡ് പാരന്റ്സ് അതിനുള്ള സമയം അവർ കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. കൂടുതലും ഈ സീരിയൽ കാണുന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും നമ്മള് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു നല്ല പ്രായത്തിൽ നമ്മൾ പറയുന്ന ആ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഏജിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തിരക്കുകളായിരുന്നു. ജോലിയുടെ തിരക്കുകളുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീട്ടു തിരക്കുകളിലെല്ലാം പെട്ടുപോയപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അവർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള മാധ്യമങ്ങളുടെ ഒരു ഉപയോഗം, അങ്ങനെ ഒരു പുറം ലോകവുമായിട്ടും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള എന്റർടൈൻമെന്റുകളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കാണാനും കേൾക്കാനുള്ള ഒരു സംവിധാനമായി കഴിഞ്ഞു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സംവിധാനവും സാഹചര്യങ്ങളും സമയവും ഉണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്ന ഒരു പ്രവണത സാധാരണയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രസകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ ഇപ്പൊ മുത്തശ്ശിനും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ കുഞ്ഞുമക്കളും ഇവൻ കൊച്ചു TV പോലും കാണുന്ന ഗ്രാൻഡ് പാരന്റ്സും കൊച്ചു പിള്ളേരും ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാർട്ടൂണൊക്കെ ശരിയാണ്, നമ്മൾ പറയും 6ഉം 60ഉം ഒരുപോലെ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു ഉല്ലാസം കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഈ കുഞ്ഞുങ്ങളെ ഒത്തിരി ബാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു, അവർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എക്സ്പീരിയൻഷ്യൽ പണ്ടത്തെ കാലഘട്ടത്തെ വെച്ച് താരതമ്യം ചെയ്താണ് ഇവര് പറയുന്നത്. ഇപ്പൊ മാതാപിതാക്കളെ വഴക്ക് പറയുന്നതും ആ രീതിയിലാണ്. പണ്ട് ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ, എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയില്ലേ. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലോകത്തിന്റെ ആ വേഗത ഇവര് തിരിച്ചറിയുന്നില്ല. സയന്റിഫിക്കലി കുറെ കാര്യങ്ങൾ ഒരു അഭൂതപൂർവമായിട്ടുള്ളൊരു ഒരു ഉണർവും നേട്ടവും ഒക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കത് മനസ്സിലാകുന്നില്ല. ഇവൻ കുഞ്ഞ് എഴുതിയില്ലെങ്കിൽ എന്താ, മൊബൈലിൽ ഇത്രയൊക്കെ കാര്യം ചെയ്യുന്നില്ലേ, കുഞ്ഞിനെ കൊണ്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ ഞാൻ അതിശയിച്ചിട്ടുണ്ട്. അക്ഷരം എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് വിടും. ഇപ്പം ഒരു രസകരമായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഒരാള് ഓരോ കാര്യങ്ങള് എഴുതി വിട്ടപ്പോ ഇപ്പൊ കാബേജ് എന്നൊക്കെ എഴുതി വിട്ടപ്പോഴത്തേക്കും കാസജ് എന്നൊക്കെ ആയിപ്പോയി. അപ്പൊ എന്നാലും അതറിയത്തില്ലേ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാബേജിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് സ്റ്റിക്കേഴ്സ് കിടപ്പുണ്ട്, അത് അയച്ചു കഴിഞ്ഞാൽ മതി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആയി. പക്ഷെ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം അവിടെ വന്നിട്ടില്ല. അപ്പൊ ഇവര് നോക്കുമ്പോഴാണെങ്കിലും
കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്താ ഇപ്പൊ ഈ കുഞ്ഞിന് ഇത്തരം കാര്യങ്ങൾ അറിയാം. ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയും കുട്ടികളിൽ നിന്ന് മാറിയില്ലേ? ഒത്തിരി അതെ അതെ, എല്ലാവരും അവരവരുടെ ലോകത്താണ്, കുട്ടികൾ പോലും അല്ലെ. ഇപ്പൊ ചിലപ്പോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതായത് സംസാരം ശരിയായ, അതായത് സ്പീച്ച് പ്രോബ്ലംസ് ആയിട്ട് വരും. അതായത് ഒരു സ്പീച്ച് ഡെവലപ്മെന്റ് ഇല്ലാതെ ഇന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ, സ്പീച്ച് ഡെവലപ്മെന്റ്. സംസാരിക്കാൻ ഇടമില്ല അല്ലെ, സംസാരിക്കാൻ ഇടവുമില്ല, എന്താ പറയണ്ടേന്ന് അറിയത്തില്ല, ലാംഗ്വേജ് അതിന്റെ ആ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പൊ ചില കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികള് പലപ്പോഴും ഈ കാർട്ടൂണിസ്റ്റിക് അതല്ലെങ്കിൽ ഒരു കാർട്ടൂൺ റിലേറ്റഡ് ആയിട്ടാണ് അവര് സംസാരിച്ചു പോകുന്നത്. അവരോടാണ് സംസാരിക്കുന്നുള്ളൂ, ആ സ്ലാങ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇനാനിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോടായിട്ടാണ്, അതായത് അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു സൃഷ്ടിത മനുഷ്യരൂപത്തോടാണ് കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഒരു ശരിയായിട്ടുള്ളൊരു ഒരാളോട് സംസാരിക്കണമെന്നും അറിയത്തില്ല. ഒരു കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അവൻ സംസാരിക്കും, നമ്മൾ കാർട്ടൂണിൽ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വാ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വരുന്നു, അതായത് ആ ഒരു രീതിയിലാണ്. കുഞ്ഞിന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ പോലും കറക്റ്റ് ആയിട്ടില്ല, ഒരു മൗത്ത് റോളിംഗ് പോലും കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ ഇതെല്ലാം സ്വാധീനിച്ചിരിക്കുന്ന എന്താണ്, കൂടുതലായിട്ടും ഈ സോഷ്യൽ കാർട്ടൂൺ കാര്യങ്ങളിലേക്ക് കടന്നു. അതിനെ വേണ്ട രീതിയിൽ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം കുടുംബത്തിലില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ പാരന്റ്സിനൊരു പണ്ടത്തെ പോലെ കളികളിൽ ഏർപ്പെടുന്നില്ല, കുട്ടികൾ പുറത്തേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ അയൽപക്കത്തായിരിക്കും, അല്ലെങ്കിൽ കുറെ കുട്ടികൾ, അതൊന്നുമില്ല. അതൊക്കെ വീട്ടിലും കാർട്ടൂണും മാത്രമായിട്ടാണ് ഒതുങ്ങുന്നത്. പണ്ടൊക്കെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 വീട്ടിലെ പിള്ളേര് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം കളികൾ കളിക്കുക. ഇപ്പോ അടുത്തൊരു കൊച്ചു, ആ ഒരു പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ തേടി കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട ഒരു രീതി വന്നിരിക്കുകയാണ്. വിടുന്നുമില്ല, മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് വിടാത്തൊരു അവസ്ഥയുണ്ട്. അത് തന്നെയുമല്ല ഇവരുടെ സമയം. ഇപ്പൊ ഈ സ്കൂളിലേക്ക് ഇപ്പൊ ഞാനൊക്കെ പഠിച്ച കാലത്ത് 10 മണി തൊട്ട് 4 മണി വരെയുള്ള ഒരു സമയമാണ് നമ്മുടെ സ്കൂളിലെ സമയം എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് നടന്നാണ് പോകുന്നത്. അപ്പൊ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നടക്കാനുള്ളതുണ്ട്. ആ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ എത്ര പേരെ കാണുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്യുന്നു. ഇപ്പൊ ഒരു തോടും കായലൊക്കെ ഉണ്ടെങ്കിൽ പാലമൊക്കെ കടന്ന് വെള്ളമൊക്കെ കയറി അതൊക്കെ പറിച്ച്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെൻസറി ഇന്റഗ്രേഷൻ മുഴുവനും നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്തുന്നവരെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കഴിക്കാനുള്ളതുണ്ട്, കാണാനുള്ളതുണ്ട്, പാടാനുള്ളതുണ്ട്, സംസാരിക്കാനുണ്ട്. അതിനൂടെ നടന്നു പോകുന്ന സമയത്തായിരിക്കും എവിടെന്നെങ്കിലും ഒരു പാട്ട് കേൾക്കണം, അതിന്റെ ബാക്കി പാട്ട് നമ്മൾ പാടിക്കൊണ്ട് പോകുന്നു. അവിടുന്ന് ആ പോകുന്ന വഴിക്ക് പിള്ളേര് തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, അതിന് അവിടുന്ന് തന്നെ അവർ സോൾവ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതിനകത്തൊരു മൂന്നാമതൊരു കുട്ടി ഇടപെട്ട് അങ്ങനെ അല്ലെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് പറയുമ്പോ ബാല്യത്തെ കുറിച്ച് ഓർക്കാൻ ഒത്തിരി നല്ല ഓർമ്മകളാണ്. പക്ഷെ ഇനിയത്തെ ഒരു ജനറേഷൻ എനിക്ക് തോന്നുന്നു ബാല്യം എന്ന് പറയുമ്പോ വീടിനകത്ത് കാർട്ടൂൺ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന, എനിക്ക് തോന്നുന്നത് പഴയകാല ബാല്യത്തെ ആവിഷ്കരിച്ചിട്ട് അത് ഒരു മീഡിയയിലേക്ക് ആക്കി, വിഷ്വൽ മീഡിയയിലേക്ക് ആക്കി കുഞ്ഞുങ്ങൾ അത് കണ്ടിട്ട് അവരത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കൊക്കെ വന്നു. പക്ഷെ നമുക്കിവിടെ ആരെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റും? അതാണ് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് പഠന വിഷയങ്ങളായാലും പാഠ്യ പദ്ധതികളായാലും ആ ഒരു രീതിയിൽ ലെവലിട്ട് കൊടുക്കണം. പണ്ടൊക്കെ 4ാം ക്ലാസ്സിൽ വരുമ്പോഴാണ് നമ്മൾ ABCD പഠിക്കുന്നത്. പക്ഷെ ഇന്ന് അത് പറ്റുമോ? അല്ല. അപ്പൊ ഇന്ന് ആ ഒരു ഗ്ലോബലൈസേഷൻ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഒരു സിസ്റ്റം തന്നെ മാറി. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത്രയും പഠിക്കാനുണ്ട്. അപ്പൊ ഇതില് മാതാപിതാക്കൾ ഈ ഒരു സമയത്ത് ക്രൂഷ്യലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരു മേന്മയേറിയ സമയം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പാരന്റിങ് സ്റ്റൈലില് നമ്മൾ സാധാരണയായിട്ട് സൈക്കോളജിക്കലി നമ്മൾ പറയും ഒരു 4 തരം പാരന്റിങ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതൊരു പെർമിസീവ് പാരന്റിങ് ഉണ്ട്. എന്ത് നടക്കട്ടെ, എന്നാങ്കിലും ആവട്ടെ, അതൊക്കെ വളർന്നാൽ അത് ജനിച്ചാൽ വളർന്നോളും സിസ്റ്ററെ. ചിലരൊക്കെ പറയണ്ട, ജനിച്ചാൽ വളർന്നോളും, അങ്ങ് പൊയ്ക്കോളും. പിന്നെ എന്ത് കാര്യത്തിന് അവർക്കൊരു പെർമിഷനാണ്. അല്ലാതെ നോ എന്ന് പറഞ്ഞിട്ടില്ല, നോ എന്ന് പറയാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടും ഇല്ല, നോ എന്ന് കേൾക്കാനും പഠിപ്പിച്ചിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. നോ എന്ന് പറയാൻ പഠിപ്പിക്കുക, നോ എന്ന് കേൾക്കാൻ പഠിപ്പിക്കുക. അതായത് ഒരു കാര്യം എനിക്കത് ആവശ്യത്തിനുള്ളതല്ല എങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പുരോഗതിക്ക് അത് ആവശ്യമല്ല എങ്കിൽ അവിടെ നോ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ ഇന്ന് പലപ്പോഴും
കുട്ടികൾക്ക് പറ്റുന്നില്ല. കുട്ടികളുടെ മാനസികവും വൈകാരികവും വൈജ്ഞാനികവുമായ വളർച്ചയിൽ സമൂഹത്തിനും കുടുംബത്തിനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ഇതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേർന്ന സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി.